സാർ, ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്ന് കേട്ടല്ലോ. എന്താണ് ഇതിന്റെ വാസ്തവം? എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ? ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഒരു അമേരിക്ക ആണല്ലോ. രണ്ടാമത് നിൽക്കുന്നത് ചൈന. പ്രതിരോധ സംവിധാനത്തിൽ അമേരിക്ക, റഷ്യ ഇവരൊക്കെ വരും. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മറ്റ് രാജ്യങ്ങൾ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം സോഫ്റ്റ്വെയർ ഒന്നാമതാണെന്നല്ല പറയാം. നമുക്ക് അതിനകത്ത് അവിടുത്തെ ചില രീതികൾ നമുക്ക് പറയുന്നത് എന്തോ ഭംഗിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചില കലകളെ സംസ്കാരങ്ങളൊക്കെ നമ്മളെ ആകർഷിക്കാറില്ലേ. അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ടല്ലോ. ഈജിപ്തിലെ ചില അങ്ങനെ. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പം ഇങ്ങനെ ആ രാജ്യത്തിൻ്റെ സംസ്കാരം, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ അല്ലെങ്കിൽ വിദേശ നയം, ഇതുകൊണ്ടൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് ആ രാജ്യം കൊള്ളാം, നമ്മുടെ രാജ്യത്തോടൊരു സ്നേഹം, അതിനനുസരിച്ച് ആ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന, അവിടുത്തെ ജനതയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പലയിടത്തും നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ട്രംപ് രണ്ടാമത് ഇലക്ഷന് വന്നപ്പോൾ പറഞ്ഞ ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യയുടെ സംസ്കാരത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരവും ആ ഹിന്ദുത്വവും എനിക്ക് വലിയ വലിപ്പത്തിലുള്ളതാണ്. കാരണം ഇവിടുത്തെ 40 ലക്ഷം ഈ അവിടെ ചെന്നത് അവിടുത്തെ അംഗത്തോടുത്ത ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കുന്നെങ്കിലും വലിയ അഭിമാനവും വലിയ കാര്യത്തിലും കാണുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ കൊണ്ട് ഉച്ചത്തിലല്ല കാണുന്നത്. ഇപ്പം ഇന്ത്യക്കാരന് വലിയ അഭിമാനമാണ്, ഇന്ത്യക്കാരനാണെന്ന് പറയാം. അപ്പം ഇന്ത്യയുടെ ആ അഭിമാനം പേര് നിൽക്കുന്നവൻ ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞാൽ അറിയാതെ തന്നെ അവനോട് എതിർപ്പ് വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ, അപ്പോൾ അത് തന്നെയാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ രീതിയിലേക്ക് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്, ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ ഇന്ത്യക്ക് നമ്മൾ യുദ്ധമൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇന്ത്യക്കെതിരെ പറയുന്ന രാജ്യങ്ങൾ 6 മാസം കഴിയുമ്പോൾ അവിടെ പ്രശ്നമായിരിക്കും. അതിന് ഉദാഹരണമാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന കാനഡയുടെ ഒരു പ്രധാനമന്ത്രി. മുമ്പ് അയാളെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രായത്തിൽ ഈ ആ കാനഡയുടെ പ്രധാനമന്ത്രി ആളായത്. എൻ്റെ 10 46 വയസ്സ്, എനിക്കൊന്ന് ഇപ്പൊ 54 വയസ്സുണ്ട് അയാൾ ആയ സമയത്ത്. എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അപ്പൊ അന്ന് പറഞ്ഞു ഇയാളെ ഇനി മറികടക്കണം, അത് 45 അല്ലെങ്കിൽ 45, അതിന് അപ്പുറം 45 47 ആയിക്കോട്ടെ, ആ വയസ്സിനകത്തൊക്കെ ഒരു പ്രധാനമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ അവനൊരു നമ്മൾ കണക്കൂട്ടുമ്പോൾ ഇപ്പോഴത്തെ ഒരു ആയുർവേദിക്കും വെച്ച് 80 വയസ്സ് വരെയൊക്കെ നല്ലപോലെ താമസിച്ചാലും, അപ്പം പിന്നെ 14 കൊല്ലം അയാൾ ആ പൊസിഷനിൽ തന്നെ വൃത്തിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒക്കുന്നവനാണെങ്കിൽ ഇരിക്കാം. ഇയാളാണ് അവിടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയോട് ഇഷ്ടമല്ല, ഇന്ത്യയുടെ പുരോഗതിക്കകത്ത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി അന്ന് അമേരിക്കയുടെ കൂടെ, അന്ന് ട്രംപ് അല്ല, ട്രംപിന്റെ മുമ്പുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ ഒക്കെ ആജ്ഞ അനുസരിച്ച്, അല്ലെങ്കിൽ ബൈഡൻ ഒന്നും പറയത്തില്ല, പക്ഷെ ഇന്ത്യക്കെതിരെ യൂറോപ്യൻ കൺട്രികൾ പറയുന്നതിനകത്ത്, അല്ലെ നാറ്റോ രാജ്യങ്ങൾ പറയുന്നതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു ഇയാൾ. ഇന്ത്യക്കെതിരെ പറയുക. അവിടെ കാനഡക്കാരുണ്ട്, ഈ അല്ലെ ഖാലിസ്ഥാൻവാദികളുണ്ട്, മനസ്സിലായില്ലേ? ഇവിടുന്ന് പോയ പണ്ട് സിഖുകാര് അവിടെ വോട്ട് ഒരു 10% അല്ലെങ്കിൽ 6%, 10% വോട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ മാത്രമല്ല കുറെ MP-മാരുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഭരണത്തെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതായിരുന്നു. അന്നേരം അവർക്ക് വേണ്ടി, അല്ലെ കർഷക സമരമൊക്കെ നടന്ന സമയത്ത് അവർക്ക് വേണ്ടി വാദിക്കുന്ന രീതിയിലേക്കും ഇന്ത്യ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്കും വന്നായിരുന്നു. അതിനുശേഷം എത്ര ദിവസം അയാൾ ഇരുന്നു എന്നുള്ളതിനെ പറ്റി മാത്രം നോക്കിയാൽ മതി. ഇതേപോലെ തന്നെയാണ് പല രാജ്യങ്ങളുടെ അവസ്ഥ. ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യയെ തള്ളി പറഞ്ഞ ഓർമ്മയുണ്ടോ? പിന്നെ എത്ര ദിവസം ഇരുന്നു അവിടെ? കലാപമാണെങ്കിൽ മറ്റ്. അപ്പൊ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരു രീതി, അതായത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനകത്തുമില്ല. അതായത് ഇന്ത്യക്ക് യുദ്ധം ചെയ്യാതെ തന്നെയും ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന ഭരണത്തെ വരെ അട്ടിമറിക്കാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ, അത് സോഫ്റ്റ്വെയർ സംവിധാനമുണ്ട് ഈ രീതിയിലേക്ക്. അല്ലെ അതിനകത്ത് ആൾക്കാരെ ആകർഷിക്കും. ഇന്ത്യ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ ആ പ്രധാനമന്ത്രി പറയുന്ന പാർട്ടിയോടും അല്ലെങ്കിൽ ആ ഭരണാധികാരികളോടും എതിർപ്പ് വരുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ ജനങ്ങൾ ഉണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ മറ്റു ലോകരാജ്യത്തെ നിയന്ത്രിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കും. അതായത് പോലെയുള്ള സംവിധാനം, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, അതിനകത്ത് രാജ്യത്തിനകത്ത് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി, അല്ലെങ്കിൽ ഈ ഇപ്പം ഇവിടെ KJP കൊണ്ട് വന്നില്ല, ഇതിനകത്ത് ഈ വേറെ രാജ്യങ്ങൾ ഇടപെടിയില്ല. ഇവിടെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളെയും ചെറുപ്പക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടമാക്കി ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ച് ഒരു കലാപം ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്കൂടെ ആ രീതിയിലേക്ക് നമുക്ക് പറ്റും. ഈ മലേഷ്യ അല്ലെങ്കിൽ മറ്റ് ഇതിലെയുള്ള തുർക്കിക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ലേ, അല്ലെങ്കിൽ ഇതേ രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക്, അതായത് അതുപോലെ തന്നെ ആകർഷിക്കുന്ന പറഞ്ഞാൽ ഇപ്പം തന്നെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ഉദാഹരണം ഏറ്റവും ആ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ഉദാഹരണം പറയുന്നത് CJP സമരം ഇവിടെ നടന്നു.
പാകിസ്ഥാനിൽ POK സമരം നടക്കുന്നു. CJP സമരത്തിനകത്ത് അഭിജിത് ദീപ്കെ ഇവിടെ വന്നു, പ്രശ്നങ്ങളുണ്ടാക്കി, അടിയുണ്ടാക്കി, പിടിയുണ്ടാക്കി, രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാക്കി. അല്ലാതെ നമ്മുടെ ഏതാണ്ട് 168ഓളം പോലീസുകാരും അല്ലെങ്കിൽ സായുധ സേന അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരും അകത്ത് ഒരാളെയെങ്കിലും വെടിവെച്ചു കൊന്നു. വെടിവെച്ചു കൊല്ലാതെ അവരുടെ സംരക്ഷിച്ചുകൊണ്ട്, അതായത് ജനാധിപത്യ അല്ലെങ്കിൽ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിട്ട് ആ കലാപം ഒതുക്കി തീർന്നു. വേറെ ആരെങ്കിലും ഇപ്പോൾ UN പോയി ചർച്ച ചെയ്യാനൊക്കെ അവിടെ ഒരു കലാപം ഉണ്ടായി, ആ കലാപത്തിനകത്ത് കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി വെടിവെച്ചു, വിദ്യാർത്ഥികളെ യുവജനങ്ങളെ ഇത്ര പേര് മരിച്ചു എന്നുള്ളത് ഈ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ആ കലാപം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സംസാരിച്ചു തീർന്നില്ലെങ്കിൽ ആ കലാപം ചെറിയ രീതിയിൽ പോലീസ് അല്ലെങ്കിൽ ലാത്തിചാർജോ തിയർ ഗാസോ ഉപയോഗിച്ച് എല്ലാവരും ആരും ചെയ്യുന്നത് അതേ രീതിയിൽ. POK കലാപം അല്ലെങ്കിൽ അവിടുത്തെ ജനം പ്രതിഷേധിച്ചപ്പോൾ അവിടെ വെടിവെച്ചു, ഇപ്പോൾ എത്രയോ പേര് മരിച്ചു. അപ്പൊ ഇതാണ് ആ ഇത് മൂല്യം. പിന്നെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം അറിയത്തില്ലേ, ആ കൾച്ചർ. ഇപ്പം പറയും ഇന്ത്യയുടെ സംസ്കാരം കൊള്ളാം, അവിടെ ജാതി മതവും അല്ലെങ്കിൽ അവരുടെ വേഷവും അവരുടെ ഭാഷയും അവരുടെ രീതികളും ഭക്ഷണവും ഡിഫറൻറ്റ്. അപ്പൊ നമ്മൾ പറയത്തില്ലേ ഈ ബുദ്ധമതങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ നേപ്പാള്, മറ്റേ ഈജിപ്റ്റ്, ചിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ, ചില സിനിമകൾ, ഈജിപ്ഷ്യൻ സിനിമകൾ, പണ്ട് ഇറാൻ അതെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഉണ്ടാകും. അപ്പം ആ രീതിയിലേക്ക്, അപ്പം ഈ രീതിയിലേക്ക് ഒരു രാജ്യത്തെ, അതായത് അതുപോലെ ജിയോ പൊളിറ്റിക്സിനകത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇത് നമ്മൾ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ പല രാജ്യങ്ങളോട് നമ്മൾ എടുക്കുന്ന തീരുമാനം, നമുക്ക് ശത്രു രാജ്യങ്ങൾ കുറവാണ്, അറിയാം. പാകിസ്ഥാനുണ്ട്, ഇപ്പൊ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ നമ്മൾ തുർക്കിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ ശത്രുവാണ്, നമ്മളവിടെ കൊണ്ട് മരുന്നും ആഹാരവും. ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായപ്പോൾ, ബംഗ്ലാദേശ് അല്ല അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളവിടെ കൊണ്ട്, അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ. ലോകത്ത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഏറ്റവും വലിയ ശത്രു ചൈനയ്ക്ക് ഒരു വിഷയം വന്നു, പണ്ട് നേരത്തെ കപ്പലിനകത്തൊരു വിഷയം വന്നപ്പോൾ നമ്മൾ ഓടിച്ചെന്ന നാവികരെ രക്ഷപ്പെടുന്നത്, അത് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഒരു വർഷം ഉറക്കെ പറയേണ്ടി വന്നു. അപ്പൊ ഇതേ രീതിയിലേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എങ്ങനെ നോക്കിയാൽ ആര് ചർച്ച ചെയ്താലും നമ്മൾ പറയുന്നത് ചില ആൾക്കാർ അയാൾ എത്ര നല്ല മനുഷ്യനാണ്, അയാളുടെ പ്രവൃത്തി എത്ര ഗുണമാണ്, ശത്രുക്കൾ പോലും പറയുന്ന പോലെ ഇന്ത്യയിൽ ആ രീതിയിലും. അപ്പം അതും ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറാണ്. ഈ രീതിയിലേക്കൊക്കെ മറ്റു പല രാജ്യങ്ങളെയും തുലനം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇതേ രീതിയിൽ മറ്റ് രാജ്യങ്ങൾക്കകത്ത് ഈ നമ്മുടെ സ്വാധീനം, ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയെ തെറ്റായിട്ട് പറഞ്ഞാൽ, ഭരണാധികാരികളെ പറഞ്ഞാൽ, ആ പറയുന്ന ആൾക്ക് എതിരെ അവർ പോലും അറിയാതെ ആ രാജ്യത്തിനകത്തൊരു നീക്കം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പൊ തന്നെ ഇവിടുത്തെ താരിഫിനകത്ത് വിഷയം ഏറ്റവും പറഞ്ഞൊരു അമേരിക്ക താരിഫിനകത്ത് ഇപ്പം ട്രംപ് തീരുമാനം എടുത്തല്ലോ, അവിടെ പോയി ബിസിനസ്സുകാർക്ക് ചോദിച്ചാൽ ആ തീരുമാനത്തിനകത്ത് അമേരിക്കയുടെ ജനതയുടെ അഭിപ്രായവും അവിടുത്തെ സാധാരണക്കാരൻ്റെ അഭിപ്രായം, അവിടുത്തെ ബിസിനസ്സുകാരുടെ അഭിപ്രായം. കാരണം നമ്മുടെ ഇവിടുത്തെ ഫുഡും മറ്റും അല്ലെ സീ ഫുഡ് അല്ലെ നമ്മളിവിടുത്തെ സാധനങ്ങളെ മറ്റു പലതുമൊക്കെ അവിടുത്തെ നമ്മുടെ കൂട്ട് അവിടെ ഒന്നാമത്തെ രാജ്യമോ കോടീശ്വരന്മാർ ഏറ്റവും കൂടുതൽ രാജ്യമൊക്കെ, പക്ഷേ അവിടെ പട്ടിണി പാവങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്, ഇടനിലക്കാരുണ്ട്. അവർ ഇവിടുത്തെ ഈ ടാക്സ് കുറഞ്ഞുള്ള താരിഫ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ സാധനങ്ങളാകുമ്പം ചൈനയുടെ കൂട്ടല്ല, നമ്മുടെ സാധനത്തിന് ക്വാളിറ്റി ഉണ്ട്, കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയോട് എതിർപ്പാണ്. ഇത് അടുത്ത പ്രാവശ്യം ട്രംപിന്റെ പാർട്ടിയും മത്സരിക്കുമ്പോൾ ഇത് ബാധിക്കും. ഇന്ത്യയോടുള്ള സ്നേഹം ആണ്, ഇന്ത്യക്കാർ ഞങ്ങൾക്ക് തരുന്ന സാധനം കൊള്ളാം, ആ സാധനം തടഞ്ഞവനെ അല്ലെങ്കിൽ ഇന്ത്യയോട് കാണിക്കുന്ന താരിഫിനകത്ത് കാണിച്ച ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്ത്യയോട് ഏറ്റവും വലിയ സൗഹൃദത്തിൽ നിന്ന രാജ്യം ഇത് കാണിച്ച് സൗഹൃദം ഇല്ലാതാക്കിയതിന് ആ രീതിയിലേക്ക് വരും. റഷ്യക്കകത്തായാലും ആ ഒരു ഇതുണ്ട്. ഈ നമ്മൾ ചോദിച്ചോട്ടെ, നമ്മുടെ ശത്രുവായിട്ടിരുന്ന പാകിസ്ഥാന്റെ ഒരു കാലത്ത് നമ്മൾ കേട്ടില്ല, അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞ് നരേന്ദ്രമോദിയുടെ കൂട്ടൊരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ. അതിപ്പോ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും താല്പര്യമാണ്. ബലൂചിസ്ഥാൻ എങ്ങനെ തന്നെ അത് 48 തൊട്ട് ഇന്ത്യക്ക് ഭാഗമായിട്ടിരിക്കുവോ? അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു പവർ, സോഫ്റ്റ് പവർ, ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ ഉള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒന്നാമതിലേക്ക് ഇന്ത്യ വരുന്നുണ്ട്. കാരണം അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ആയുധം മറ്റു രീതിയിലേക്കുള്ള പവർ പോലെ തന്നെ ഇത് വലിയ കുഴപ്പം. ഇത് ചൈനയും അമേരിക്കയും ഒക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ലോകത്തിൻ്റെ ഇടയിൽ വലിയ സ്വാധീനം, അല്ലെ ലോക ജനതയ്ക്കിടയിൽ പല രാജ്യങ്ങളുടെ അകത്തുള്ള ജനങ്ങൾക്കിടയിലാണ് എന്താ പറയുക, ഓരോ രാജ്യം ഇടയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമാണ്. ഇന്ത്യയിൽ പറഞ്ഞാൽ, ഇന്ത്യയെ എതിർത്താൽ ആ രാജ്യത്തിനകത്തും ആ അല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാവുന്ന രീതിയിലേക്കുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യക്കുണ്ട്. അത് പഠനത്തിന് ശേഷം തന്നെയാണ് ഇപ്പം അതിന് ആശങ്കയിലാണ് ഒരുപക്ഷെ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.